റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. മതി. ഈ പെന്തക്കോസ്തുകാരായ നമുക്ക് വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലേ? പിന്നെ നമ്മൾ എങ്ങനെ 40 ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തുന്നത്? വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലേ? പൗലോസ് പറയുവാണ് എനിക്കറിയാൻ മേലെന്ന്. പിന്നെ നമുക്കങ്ങ് സമ്മതിച്ചേക്കാം അറിയാൻ വയ്യ. നിങ്ങളിങ്ങനെ ചിന്തിച്ച് നോക്കി, എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞു? വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ ഉത്തരം അപ്പോൾ ദൈവം തരുവാന്ന് വിചാരിച്ചോ? അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പ്രാർത്ഥിക്കാം, കർത്താവേ എനിക്ക് ഒത്തിരി തടിയുണ്ട്, എനിക്കൊരു സ്ലിമ്മായിട്ട് കാണണം. അപ്പം രാവിലെ കണ്ണാടി നോക്കിയപ്പോൾ ഞാൻ സ്ലിമ്മായിട്ടിരിക്കുന്നു. ഇങ്ങനെ ദൈവം പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ശരീരം ഒന്ന് വെളുക്കണം, ഫെറാൻ ലവലി തേച്ച് ഞാൻ മടുത്തു, കർത്താവേ ഒന്ന് വെളുപ്പിച്ച് തരണേ. ഇതാ കണ്ണാടി നോക്കിയപ്പം നല്ല സായിപ്പിനെ പോലെ ഇരിക്കുന്നു. പൈസ ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ കർത്താവ് 2 കോടി രൂപയുടെ ആവശ്യമുണ്ട്, ഏതാണ്ട് എല്ലാ പ്രശ്നം തീരുമായിരിക്കും അല്ലേ? ഇതാ ഒരുത്തൻ 2 കോടിയായിട്ട് വരുന്നു. ഇങ്ങനെ കർത്താവ് പ്രവർത്തിക്കുകയെന്ന് വെച്ചാൽ എന്ത് പ്രാർത്ഥിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ അങ്ങനല്ലേ? യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും തരുമെന്നല്ലേ പറഞ്ഞേക്കുന്നത് അല്ലേ? എൻ്റെ ചോദ്യം, ഇങ്ങനെ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? കള്ളം പറയരുത്, സഭയിലാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കള്ളം പറയരുത്. കാരണം സഭയിൽ പറയാവുന്ന ചില വിശുദ്ധ കള്ളങ്ങളിലൊന്നാണ് ദൈവം എല്ലാ പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥിക്കുന്ന എല്ലാം ദൈവം തരും. ഒരു വിശുദ്ധ കള്ളമാണ്. ലോകത്ത് ആർക്കും അത് കിട്ടിയിട്ടില്ല എന്ന് എൻ്റെ വിശ്വാസം. നമ്മൾ ഈ സുവിശേഷം പറയുമ്പോൾ അവരോടും പറയും, നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം തരും. ചുമ്മാതാ, ദൈവം അങ്ങനെയൊന്നും തരുന്നില്ല. ഇയാൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ള വിശ്വാസം കൂടെ കളയുന്നതാണ്. അങ്ങനെ തരുമായിരുന്നെന്ന് വിചാരിച്ചോ? നിങ്ങളിപ്പോൾ ആരായനെ? യേശുവിനെ പോലെയോ? എവിടെ? ഇപ്പൊ തന്നെ ദൈവം എല്ലാം തരുമായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയും ഏറ്റവും ആരോഗ്യമുള്ളവനും ഏറ്റവും സുന്ദരനും എല്ലാവരും ബഹുമാനിക്കപ്പെടുന്നവനും ആരും കുറ്റം പറയാത്തവനുമായിരുന്നേനെ. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ എല്ലാ മഹത്വവും പിശാചിൻ്റെ കയ്യിലല്ല, എൻ്റെ കയ്യിലായനെ. എന്ന് പറഞ്ഞാൽ ഞാനൊരു 666 മാറിയെന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ? പക്ഷെ 666 ആകെ ഒരെണ്ണം ഉള്ളൂ, അത് വരാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് 666 നമ്മളെ കൊണ്ട് പറ്റില്ല, നമുക്കറിയാം. ഒരു 66 ആകാനുള്ളൊരു കഠിന പരിശ്രമമാണ് നമ്മുടെ ഈ പ്രാർത്ഥനകൾ. ഒരു ചെറിയ പ്രഭു, ആവശ്യത്തിന് പണം, നല്ല വാഹനം, നല്ല വീട്, നല്ല പിള്ളേരെ, മിടുക്കന്മാർ, നമ്മുടെ ചർച്ചിലുള്ള എല്ലാ പിള്ളേരെക്കാളും ടോപ്പിൽ വരുന്ന പിള്ളേർ. എന്തായിരിക്കും? 666 ആയില്ലെങ്കിലും ഒരു 66 ആയാനാകും. ദൈവം അങ്ങനെ ആക്കും. നിന്നെ ഉയർത്തും, നിന്നെ മാനിക്കും. ആ മോഹങ്ങൾക്കൊരു അതിരുമില്ല. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ പരിചയം തോന്നില്ലേ? ഈ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരെ നിങ്ങളെക്കുറിച്ച് തന്നെ പറഞ്ഞ. പക്ഷെ എന്തോ ദൈവകൃപയാൽ എൻ്റെ വിവരമില്ലാത്ത ഈ പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കുന്നില്ല. കേട്ടായിരുന്നെങ്കിൽ ഞാൻ എതിർ ക്രിസ്തുവിൻ്റെ ഒരാളായിട്ട് വളരെ പെട്ടെന്ന് മാറിയേനെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നറിയോ? ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമ്മുടെ ബലഹീനതയ്ക്ക് അവൻ തുണ നിന്നുകൊണ്ട് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വേണ്ട പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലാത്തത് കൊണ്ട് വേണ്ടതുപോലെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പകരം പ്രാർത്ഥിക്കുന്നു. അതിങ്ങനെയാണ്. ഞാനിപ്പോൾ ദൈവത്തിന് മുമ്പിൽ ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്, പ്രാർത്ഥന ലിസ്റ്റ്. നിങ്ങളൊരു 10 പ്രാർത്ഥന ലിസ്റ്റ്. ഇപ്പം കർത്താവ് നിങ്ങളോട് പറയാണ്, നിങ്ങൾ ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ തരുന്നു 10 കാര്യങ്ങൾ, എഴുതിക്കോ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തെഴുതും? ആ 10 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് വേറെ 10 കാര്യങ്ങളുടെ ഒരു ലിസ്റ്റും ഇതേ സമയത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ മനസ്സ് മുഴുവൻ ആർക്ക് കാണാം? ഈ അകത്ത് ആത്മാവിൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ കാണാം. അപ്പം മനസ്സ് മുഴുവൻ പരിശോധിച്ചിട്ട് നമുക്ക് വേണ്ടതിൻ്റെ വേണ്ടാത്തതിൻ്റെ ഒരു ലിസ്റ്റ് ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ പിതാവിൻ്റെ അടുക്കിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ ലിസ്റ്റ് കൊടുക്കുന്നു.
ദൈവത്തിൻ്റെ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ എനിക്ക് വേണ്ടി അവനുണ്ടാക്കിയ ലിസ്റ്റും കൊടുക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ലിസ്റ്റ് ഉണ്ട്. ഒന്ന് വിവരമില്ലാത്ത ഞാൻ പ്രാർത്ഥിച്ചതും, മറ്റൊന്ന് എന്നെ ശരിക്ക് ഡയഗ്നോസിസ് ചെയ്ത ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിച്ച 2 ലിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അതിനെ താഴെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ 2 പ്രാർത്ഥന ലിസ്റ്റ്. വിശുദ്ധരല്ലാത്ത തിരഞ്ഞെടുക്കപ്പെടാത്തവർക്ക് ഒരൊറ്റ ലിസ്റ്റ് ഉള്ളത് അവർ കൊടുക്കുന്ന ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. കാരണം അവരുടെ ഉള്ളിൽ ആത്മാവില്ല. അവർ 2ാമത്തെ ലിസ്റ്റ് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പം അവിടെ താഴെ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി. അപ്പോൾ എല്ലാവർക്കും വേണ്ടി അല്ല, വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം. നമ്മൾ പ്രാർത്ഥിച്ചേക്കുന്ന ആരുടെ ഹിതപ്രകാരമാണ്? നമ്മുടെ ഹിതപ്രകാരം. അപ്പോൾ ഫസ്റ്റ് ലിസ്റ്റ് നമ്മുടെ ഹിതപ്രകാരവും സെക്കൻഡ് ലിസ്റ്റ് ദൈവഹിതപ്രകാരവുമാണ്. അത് നമ്മൾക്ക് ഉച്ചരിച്ചു കൂടാത്ത പല കാര്യങ്ങളും ഈ ദൈവഹിതപ്രകാരമുള്ള ലിസ്റ്റിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ 2 ലിസ്റ്റുകളും കൂടെ പിതാവിൻ്റെ അടുത്തോട്ട് ചെന്നു. പിതാവ് ഏതായിരിക്കും കേൾക്കുന്നത്? ഏതായിരിക്കും അംഗീകരിക്കുന്നത്? അതാ ദൈവത്തിൻ്റെ. അപ്പം നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തതിൻ്റെ കാര്യം എന്താ? ദൈവത്തിൻ്റെ ആത്മാവ് വേറൊരു പ്രാർത്ഥിച്ച് വെച്ചിരിക്കുക. അത് ദൈവഹിതമാണ്. അത് നമ്മളെ യേശുവിനെ പോലെ ആക്കാൻ വേണ്ടിയാ. ഇത് നമ്മൾ 66-നെ പോലെ ആകാൻ വേണ്ടിയാ. ദൈവം ഒരിക്കലും അത് അനുവദിക്കാൻ പോകുന്നില്ല. ദൈവം നമ്മളെ യേശുവിനെ പോലെ ആക്കാൻ വേണ്ടിയാ യേശുവിനെ നമുക്ക് തന്നത്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഞാനൊരു എക്സാമ്പിളോടെ പറയാം. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവ് എനിക്കൊരു വീട് തരണമേ. ന്യായമാണല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ അങ്ങനെ അല്ല അത് എഴുതിയേക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ലിസ്റ്റിൽ ഇങ്ങനെയാണ്: ചേസിനെയും കുടുംബത്തെയും നമ്മൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി തിരഞ്ഞെടുത്താണ്. അവനൊരു വീട് പണിത് ഒരു സ്ഥലത്ത് കുറ്റിയടിക്കാനുള്ള പരിപാടിയാണ്. അവനിത് കൊടുക്കരുതെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതെങ്കിൽ ഞാൻ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഉപവാസിച്ചിരുന്നാൽ അത് കിട്ടാൻ പോകുന്നില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അപ്പം നമ്മുടെ ജീവിതത്തിലെല്ലാം നന്മയായിട്ട് നടക്കാനുള്ള കാരണം എൻ്റെ ലിസ്റ്റ് ദൈവം കൈക്കൊള്ളുന്നില്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നടപ്പാക്കുന്നുണ്ടാണ്. അപ്പം എൻ്റെ ഹിതം എന്നോട് എന്തിനാ പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്കുന്നത്? പിന്നെ ആത്മാവ് പ്രാർത്ഥിച്ചോളൂല്ലേ? നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പഠിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ നമ്മൾ തിരിച്ചറിയുന്ന പ്രാർത്ഥിച്ച് നടക്കാതെ നടന്നും പ്രാർത്ഥിക്കും. ഇപ്പം മനസ്സിലാവും ഇതല്ല പ്രാർത്ഥിക്കേണ്ടതെന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അതേ ചിന്തകൾ നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മളോടും പ്രാർത്ഥിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. പഠിച്ച് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെ ചേരും. അപ്പം നമ്മൾ ആത്മാവിൽ എന്താ വേണ്ടതെന്ന് വിവേചിക്കാൻ തുടങ്ങും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ആത്മാവിലുള്ളത് എന്ത്, പ്രാണനിലുള്ളത് എന്തെന്ന് വിവേചിക്കുന്നതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. അത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴായാലും പ്രസംഗം കേൾക്കാനിരിക്കുമ്പോഴായാലും ഇതെൻ്റെ ആത്മാവിന് വേണ്ടിയുള്ളതാണോ പ്രാണന് വേണ്ടിയുള്ളതാണോ എന്ന് വിവേചിക്കാൻ പറ്റുന്നതാണ് ശരിക്കും ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ഫൈനൽ ഫൗണ്ടേഷൻ, ഫൈനൽ ഫ്രണ്ട്. എത്രയൊക്കെ സന്തോഷമുണ്ട്. ഇനി 28-ാം വാക്യം വായിച്ചു. നമ്മൾ 26-ഉം വായിച്ചു, 27-ഉം വായിച്ചു. 27 വായിച്ച് നിങ്ങൾ കണ്ടില്ല, പക്ഷെ ഞാൻ വായിച്ചു അല്ലേ? ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. 28-ാം വാക്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ചെയ്യരുത്. എൻ്റെ ബൈബിളിൽ ഞാൻ ഒരു ലൈൻ പോലും അണ്ടർലൈൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ വിചാരിക്കും ഇതാണ് ഇമ്പോർട്ടൻറ്റ്, അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതൊന്നും വലിയ കാര്യമല്ലെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഒന്നും അണ്ടർലൈൻ, എല്ലാം അണ്ടർലൈൻ ചെയ്തായിട്ട് അങ്ങ് സങ്കല്പിച്ചേക്കുക. കാരണം ഞാൻ പലപ്പോഴും ഇതിന് മുമ്പും പിൻപും വായിക്കാത്തതുകൊണ്ട് പല മിസ്റ്റേക്സും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതേ മുൻപും പിൻപും ചേർത്ത് നമ്മൾ 26 തൊട്ട് വന്നേക്കുക. 28 മാത്രമായിട്ട് അണ്ടർലൈൻ ചെയ്യരുത്. അങ്ങനെ 26 തൊട്ട് 30, 32, 38 വരെ അണ്ടർലൈൻ ചെയ്യേണ്ടി വരും. കാരണം എല്ലാം ഇത് ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. എല്ലാം നന്മയ്ക്കാം. 28-ാം വാക്യം നമ്മളെല്ലാവരും ആശ്വസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്യമാണ് 28-ാം വാക്യം. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പക്ഷപാതം അനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാം നന്മയ്ക്കാം. എന്ത് നന്മയ്ക്കാം? നമ്മൾ സാധാരണ പറയുന്ന നന്മ എന്ന് പറയുന്നത്, പാസ്റ്ററെ എനിക്കൊരു 20,000 രൂപയുടെ ഒരു ജോലി സാലറി ഉണ്ടായിരുന്ന ജോലിയായിരുന്നു, പോയി പാസ്റ്റർ എല്ലാം നന്മയ്ക്കാണ് ബ്രദറെ, 40,000 രൂപയുള്ള ജോലി ദൈവം തരും. അപ്പം നന്മ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രദറെ ഒരു കല്യാണാലോചന വന്നത് നടന്നില്ല, നല്ല ആലോചനയായിരുന്നു, സാരമില്ല ബ്രദർ, എല്ലാം നന്മയ്ക്കാണ്. ഇതിലും വലുതൊന്ന് ദൈവം കരുതിയിട്ടുണ്ട്. നിങ്ങളെ ദൈവം മാനിക്കും. കല്യാണത്തിലൂടെ മാനിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്ങനെയാന്ന്? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന നേരത്തെ ഞാനൊരു മിഷണറിനെ കല്യാണം കഴിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാരെ കിട്ടുന്നു, ടീച്ചർമാരെ കിട്ടുന്നു. അപ്പം മിഷണറി ആരെ കിട്ടണം? നേഴ്സിനെയാണ്. മിഷണറി തന്നെ കിട്ടണം. അതല്ലേ എൻ്റെ മര്യാദ. അപ്പം ഞാനൊരു മിഷണറിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ പല മിഷണറി ഫ്രണ്ട്സും എൽഡേഴ്സ് കാരണവന്മാർക്കായി കുഴപ്പം കൂടുതൽ. കാരണവന്മാർ വന്നിട്ട് പറഞ്ഞു, ചെയ്സേ എടാ മണ്ടത്തരം കാണിക്കില്ലേ,
നിന്നെ ദൈവം മാനിക്കും. ഞാൻ ചോദിച്ചു എങ്ങനെ മാനിക്കും? പുള്ളി ഉടനെ ഫയൽ തുറന്നിട്ട് അതിനകത്ത് കുറേ പെൺപിള്ളേരുടെ ഫോട്ടോ, അത് റെഡിയാണ്, എടുത്ത് കാണിച്ചു. ഇത് അമേരിക്കൻ സിറ്റിസണാണ്, പരിചയപ്പെടുത്തുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ അമേരിക്കൻ സിറ്റിസനെ കെട്ടുവാണെങ്കിൽ ഞാൻ മാനിക്കപ്പെടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ തീർച്ചയായിട്ടും അത് വലിയ കാര്യമല്ലേ, അമേരിക്ക പോയി ജീവിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദരിദ്രവാസിയായ ഇന്ത്യക്കാരന് അമേരിക്കക്കാരി ആയ ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ ദൈവം മാനിച്ചു, ശരിയാ. പക്ഷേ ആ പാവം അമേരിക്കക്കാരിക്ക് എന്നെപ്പോലെ ദരിദ്രവാസിയെ കൊടുത്ത് ദൈവം അവരെ അപമാനിക്കുകയല്ലേ ചെയ്തത്? അത് മാത്രമല്ല കുഴപ്പം, ഇനി അവളെ കല്യാണം കഴിച്ച ജീവിതകാലം മുഴുവൻ ഞാൻ ദൈവം എന്നെപ്പോലൊരുത്തിനെ കൊടുത്ത് അപമാനിച്ച ഒരാളുടെ കൂടെ ജീവിക്കണം. അപ്പോൾ അവൾ ദൈവാനുഗ്രഹം പ്രാപിച്ച ആളാണോ, ദൈവത്തിൽ നിന്ന് അപമാനിക്കപ്പെട്ട ആളാണോ? പുള്ളി പറഞ്ഞു നിന്നോടൊക്കെ സംസാരിക്കാൻ പോകുന്നതിന് പകരം. പ്രിയ സഹോദരങ്ങൾ, ഇത് വെറും തട്ടിപ്പാണ്. നിങ്ങളെ ഒരു കല്യാണത്തിലൂടെ ശ്രേഷ്ഠമായ പണമുള്ള ഒരാളെ കൊണ്ട് കെട്ടിക്കുമ്പോൾ നിങ്ങൾ മാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ പണമില്ലാത്ത നിന്നെ കെട്ടി ആ ആൾ അപമാനിക്കപ്പെടുവാന്ന് കൂടെ ആലോചിച്ചു. അതേ ബൈ ദാറ്റ് സെയിം ലോജിക് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മളൊരാളെ മാനിക്കുമ്പോഴാണ് മാനിക്കപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരാളാണ് മാനിക്കപ്പെടുന്ന ആളെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുന്നതിലൂടെ ഞാൻ ഒരാളെ മാനിക്കണം. ഇതെല്ലാം പ്രാണന്റെ തലത്തിൽ നന്മ എന്ന് പറയുന്ന സാധനം നശിച്ചു പോകുന്ന എന്തോ ആണെന്ന് നമ്മൾ ചിന്തിച്ച് ആ രീതിയിൽ പഠിപ്പിച്ച് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഞരക്കത്തോടെ നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന ആ നന്മ എന്താണെന്ന് യാതൊരു പിടിയും നമുക്കില്ല. ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഞരക്കം ദൈവം കേൾക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എല്ലാം നന്മയ്ക്കാണ്, എല്ലാം നന്മയ്ക്കാണ്. എന്താ നന്മയെന്നറിയോ? അടുത്ത വാക്യം. എന്താ നന്മ? എന്ത് നന്മയ്ക്കാ? ദൈവഹിതം, ദൈവഹിതപ്രകാരമുള്ള പക്ഷപാതം, നമ്മുടെ ഹിതപ്രകാരമുള്ള പക്ഷപാതം. ദൈവഹിതപ്രകാരമുള്ള പക്ഷപാതം എന്ത് നന്മയുണ്ടാക്കുന്നു? 29 വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാർക്ക് ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. എന്താ നന്മ? ആരുടെ സ്വരൂപത്തോട് അനുരൂപരാകും നമ്മൾ? അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഞരങ്ങി ഞരങ്ങി പക്ഷപാതം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകാൻ വേണ്ടിയാ. യേശുവിനെ പോലെ നമ്മൾ സ്വരൂപമുള്ളവരായി മാറാൻ വേണ്ടി.